അസ്സലാമു എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത് അനാർ വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കുന്ന ഒരു ഷേക്കും അതേപോലെ നമുക്ക് അനാർ എങ്ങനെ ഈസി ആയിട്ട് തൊലിയൊക്കെ കളഞ്ഞ് പുറത്തോട്ട് എടുക്കാമെന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ യെല്ലോ കളറിൽ വരുന്ന അനാറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് റെഡ് കളറിൽ വരുന്നത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അത്യാവശ്യം വലിയൊരു അനാർ എടുത്തിട്ടുണ്ട്. ഈ ഒരു അളവ് വെച്ചിട്ട് നമുക്ക് ഒരു വലിയ ഗ്ലാസ്സിനാണെങ്കിൽ 1.5 ഗ്ലാസ്സും ചെറിയ ഗ്ലാസ്സിലാണെങ്കിൽ 2 ഗ്ലാസ് വരെയൊക്കെ ജ്യൂസ് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ഉള്ളിലോട്ട് കയറ്റിയിട്ട് വേണം ഇതേപോലെ കട്ട് ചെയ്തെടുക്കാനായിട്ട്. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകൾ ഭാഗം ഒന്ന് പുറത്തോട്ടെടുക്കാം. മുകൾ ഭാഗം കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉള്ളിലോട്ട് പ്രസ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെയാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ മുകൾ ഭാഗം പൊക്കിയെടുക്കുമ്പോൾ ഈ ഒരു ഭാഗം കൂടെ പുറത്തോട്ട് കിട്ടും. അപ്പോൾ എനിക്ക് കിട്ടാത്തതുകൊണ്ട് ഞാൻ കത്തി വെച്ചിട്ടൊന്ന് കുത്തി വെച്ച് കൊടുത്തതാണ്. അപ്പോൾ സിമ്പിളായിട്ട് തന്നെ നമുക്ക് പുറത്തോട്ട് എടുക്കാൻ പറ്റും. അതിന് ശേഷം നമുക്കിതിനുള്ളിൽ ഒരു വൈറ്റ് കളറിൽ നമുക്കിതേപോലെ കാണാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ടാവും. അവിടെയൊക്കെ ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. കുറച്ച് ആഴത്തിൽ തന്നെ വരഞ്ഞു കൊടുക്കണം. അങ്ങനെ ആകുമ്പോഴാണ് ഈ ഒരു അനാറൊക്കെ നമുക്ക് ഈസി ആയിട്ട് പുറത്തോട്ട് എടുക്കാൻ പറ്റുക. ഒരു 4-5 ഭാഗത്തായിട്ട് ഇതേപോലെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ കാണുന്ന ആ സ്ഥലത്തൊക്കെ നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. ഞാനിവിടെ ഒരു 4-5 ഭാഗത്തോളം ഇതേപോലെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് കൈവച്ചിട്ട് ഇതേപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. അടിഭാഗം അങ്ങ് പൊട്ടിപ്പോകാതെ നോക്കണം. അപ്പം നമുക്ക് ഇനി ഈ ഒരു വൈറ്റ് പോർഷൻ ഒന്നും കുടുങ്ങാതെ എങ്ങനെ അനാർ ഇതിന്ന് പുറത്തോട്ട് എടുക്കുന്നത് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഈ ഒരു അനാർ ഒന്ന് കമഴ്ത്തി വെച്ച് കൊടുക്കാം. കയ്യിലോട്ട് വെച്ച് കൊടുത്താൽ മതി. അതിന് ശേഷം നമുക്കിത് കത്തിയുടെ ആ ഒരു ബേക്ക് ഭാഗം വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കൊട്ടിക്കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് മാത്രമേ നമുക്ക് എടുക്കൂ. ആ ഒരു സമയം കൊണ്ട് ഒരു അനാർ മുഴുവനായിട്ട് നമുക്കിതേപോലെ പുറത്തോട്ട് എടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്കിത് ഓരോ പോർഷനായിട്ട് ഇതേപോലെ ഒന്ന് തട്ടി കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു പോർഷൻ ഞാനിവിടെ നന്നായിട്ട് കൊട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2-3 പീസ് മാത്രമേ അതിനുള്ളിലുള്ളൂ. ബാക്കിയൊക്കെ പുറത്തോട്ട് പോന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കൂടെ ഇതേപോലെ ഒന്ന് കൊട്ടിക്കൊടുക്കാം. വൈറ്റ് പോർഷൻ ഒന്നും ഇല്ലാതെ 99% തന്നെ നമുക്കിത് പുറത്തോട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ വളരെ കുറഞ്ഞൊരു ഭാഗം മാത്രം അതിനുള്ളിലുണ്ട്. അത് നമുക്ക് കൈവച്ചിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വളരെ സിമ്പിളാണ്. വെറും 2 മിനിറ്റൊക്കെ മതി നമുക്ക് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം. ഞാനിവിടെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് കട്ടയാക്കി എടുത്തിട്ടുള്ള പാലാണ് ഇതിലോട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ജ്യൂസായിട്ട് തയ്യാറാക്കാനായിട്ടാണെങ്കിൽ നന്നായിട്ട് തണുപ്പിച്ച പാൽ യൂസ് ചെയ്താലും മതി. അപ്പോൾ ഷേക്ക് ആയതുകൊണ്ട് ഞാൻ കട്ടയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു അനാറ് മുഴുവനായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഞാനിത് സ്റ്റെയിനറിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് മിക്സി 1 മിനിറ്റ് ഒന്ന് ഇളക്കാതെ വെക്കുക. അതിന് ശേഷം ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ അടിയിലുള്ള ആ ഒരു ചെറിയ തരികളൊക്കെ അങ്ങ് മിക്സിയുടെ അടിയിലോട്ട് പോകും. അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഒട്ടും ആ ഒരു തരികളൊന്നും നമ്മുടെ ജ്യൂസിലോട്ട് വരില്ല. അതല്ലെങ്കിൽ ഇതേപോലെ സ്റ്റെയിനർ വെച്ചിട്ടും ചെയ്യാം. സ്റ്റെയിനർ വെച്ച് ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.